കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ 13ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൊല്ലവും മോളുടെ ഒക്ടോബർ 10-നാണ് ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്ടോബർ 12-ന്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ 11-ാം തീയതി ആയിരുന്നു ആഘോഷിച്ചിരുന്നത്. ഇപ്രാവശ്യം മോളുടേത് 10ാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് പിന്നെ 10ാമത്തെ അതിൽ തന്നെ ആഘോഷിച്ചു. അപ്പോൾ ഇത്തവണ ഇക്ക പറഞ്ഞു നമുക്ക് കേക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, നമുക്കെന്നൊരു യാത്ര പോവാം, നമുക്ക് അടുത്ത് തന്നെ അധികം ദൂരം വേണ്ട, നമുക്ക് നമ്മളുടെ എല്ലാവരെയും കാണാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ല എന്നിട്ട് എങ്ങോട്ടാണ് പോകണതെന്നൊന്നും പറഞ്ഞിട്ടില്ല. പോവാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, എങ്ങോട്ടാണ് പോകണമെന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെയാണ് പറഞ്ഞത് വേങ്ങരക്കാണ്, താത്താൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ഇത് കുടലങ്ങാടി പാലാണ്, വെള്ളം നന്നായിട്ട് നിറഞ്ഞു വരുന്നുണ്ട്, പേടിയാവുകൊണ്ട് കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ഉമ്മാൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അനിയത്തിയുടെ മോള് ഗൾഫിൽ നിന്ന് വന്നിട്ട് കാണാൻ പോകാൻ പറ്റിയിട്ടില്ല, ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നീണ്ടു പോയി. അപ്പോൾ ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോയത്. കുടലങ്ങാടിക്ക് കയറിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അങ്ങോട്ടാണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചു വേങ്ങരയ്ക്ക് ഇരിക്കും പോകുന്നുണ്ടാവുമെന്ന്. അപ്പോൾ അതാട്ടോ ഉമ്മാൻ്റെ അനിയത്തിയുടെ വീട്. ഇവിടെ വെള്ളം കയറും, ഓരൊക്കെ പേടിച്ച് നിൽക്കണം, ഏത് നിമിഷം വെള്ളം കയറുന്ന, കാരണം അന്ന് നല്ല മഴ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, മഴ എന്നെ കണ്ട ഓടുന്നതാണ് സാധാരണ പതിവുണ്ടാവുക. അപ്പോൾ ഉമ്മാൻ്റെ അനിയത്തിയുടെ പേരക്കുട്ടികളാണ് ഇതൊക്കെ. ഉമ്മാൻ്റെ അനിയത്തിക്ക് 2 മക്കളാണ്, ഒരു ആണും പെണ്ണും. അപ്പോൾ 2 ആൾക്കും 2 ആൺകുട്ടികൾ വീതാണുള്ളത്. അപ്പോൾ അവിടുത്തെ എന്താണ് അക്വേറിയട്ടത്, നല്ല ഭംഗിയുള്ള മീനുകൾ കണ്ടപ്പോൾ, കളർഫുൾ മീൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മോനിങ്ങനെ പറഞ്ഞു തരാണ്, മീനിതാ അടിയിലൊരു മീനും കൂടി ഉണ്ട്, അതിന് വീഡിയോ എടുക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ അക്വേറിയം കാണാൻ, ഒരു കളർഫുള്ളായിട്ട്. കല്ലുകളൊക്കെ അതുപോലെ തന്നെ ഭയങ്കര കളർഫുള്ളായിരുന്നു കണ്ടോ. പിന്നെ ഞങ്ങൾ അടുക്കള ഭാഗത്ത് പോവാന്ന് പറഞ്ഞു, നമുക്ക് വെള്ളം കാണാൻ പോവാന്ന് ഉമ്മാൻ്റെ അനിയത്തി ഞങ്ങളെ കൊണ്ടുപോയതാണ്. ഉമ്മാൻ്റെ അനിയത്തിനെ ഞാൻ ആയാന്നാട്ടോ വിളിക്കല്, അപ്പം ഇനി പറയുമ്പോൾ ആയാന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ മുന്നിൽ പോയതാട്ടോ എൻ്റെ ആയ. അപ്പോൾ അവിടുത്തെ തോട് ഇതുപോലെ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. പണ്ടിക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലൊക്കെ. ഇപ്പോൾ ഇതാ വെള്ളപ്പൊക്കമൊക്കെ തുടങ്ങിയതിന് ശേഷം പേടിയാണ് ഇതൊക്കെ കാണുന്നത്, ഏത് നിമിഷം വെള്ളം കയറും എന്നുള്ളൊരു നിലയ്ക്കാണല്ലോ ഇവരൊക്കെ നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയപ്പോൾ ഇവരുടെ ഫസ്റ്റത്തെ നിലൻ്റെ മുക്കാലോളം മുങ്ങിയിരുന്നു. അപ്പോൾ ഇതൊക്കെ മഴ പെയ്തിട്ടുള്ള വെള്ളം കേട്ടോ, അല്ലാതെ പുഴത്തെ വെള്ളമല്ല, അവരുടെ ബാക്ക് ഭാഗത്തേക്കുള്ള വഴിയാണിത്. കണ്ട ആ റോഡ് ഇതാണ് അവരുടെ ബാക്ക് ഭാഗം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. പിന്നെ ഞാനും ഇക്കയും എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞു കുറേ നേരം. അപ്പോഴത്തേക്കും മക്കളിതാ ലുഡൊക്കെ കളിച്ചിരിക്കുകയാണ് എല്ലാവരും കൂടി നല്ല രസത്തിലും. അപ്പോൾ ആയ കുറേ പറഞ്ഞു എന്നോട് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്നൊക്കെ. പിന്നെ ഇക്ക അപ്പോൾ വന്നപ്പോഴാണ് സർപ്രൈസായിട്ട് അടുത്ത സർപ്രൈസ്, നമുക്കിന്ന് ഫുഡ് ഹോട്ടലിൽ നിന്ന് തിന്നാന്ന്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ബർത്ത്ഡേക്ക് സർപ്രൈസായിട്ട് താത്തയും കുട്ടികളൊക്കെ കേക്കും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതേപോലെ വല്ല പ്ലാനും വേങ്ങര ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വേങ്ങരയ്ക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡും അവിടെ തന്നെ, അപ്പോൾ കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുണ്ടാക്കി വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കെന്നാ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം, എവിടുന്നാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ കോട്ടപ്പടി ഉണ്ട് ഒരു കട മലപ്പുറത്ത്, അവിടുത്തെ ബിരിയാണി മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെയൊക്കെ പോയി ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്കിന്ന് ഡെലീഷ്യൻ ആവാൻ വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടുന്ന് പോരുമ്പോൾ 1 മണിയായിരിക്കും കേട്ടോ. 1 മണിക്ക് ഞങ്ങൾ പിന്നെ ഡെലീഷ്യയിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 20 മിനിറ്റോളം ഞങ്ങളത് വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയത്. പിന്നെ അത്രയും നേരം വേറെ കടയിൽ കയറേണ്ട വിചാരിച്ചിട്ടാണ് ഇവിടെ തന്നെ പോകുന്നത്. അപ്പം ഞങ്ങളിതാ അടുത്തത് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. നമ്മൾ ഡെലീഷ്യൻ്റെ ഉൾഭാഗം കേട്ടോ.
മലപ്പുറത്തുകാർക്ക് അറിയുണ്ടാവും ഡെലീഷ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ എത്തി. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. സീറ്റ് കിട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. കാരണം പൊതുവെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ ഫോട്ടോ എടുക്കലില്ല. ഇക്കാനെ വിളിച്ചാൽ കിട്ടൂല ഫോട്ടോ എടുക്കാം, നല്ല പണിയാണ്. പിന്നെ മക്കളെ ആയാലും അങ്ങനെ കിട്ടൂല. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊന്നും ഓർഡർ ചെയ്തിരുന്നു. പിന്നെ അൽഫാം, ഇക്കാക്ക് അൽഫാം മാത്രം മതി തന്നു. മൂക്കും പിന്നെ തവ ചിക്കൻ അതാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങൾ ബിരിയാണി തിന്നു, ഞങ്ങൾ രണ്ടാളും. മോനിതാ ഒറ്റയ്ക്ക് തിന്നണം എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് തിന്നട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ. ഫുഡ് ഞങ്ങൾ ഡെലീഷ്യന്നാക്കിയത്. അപ്പോൾ ഇനി അടുത്തത് ഞങ്ങൾ പോകാൻ പോകുന്നത് വേങ്ങരയ്ക്കാണ്. അപ്പോൾ വേങ്ങരയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയിൽ ഇക്ക പറഞ്ഞു നമുക്കെന്നാൽ വേങ്ങരയ്ക്ക് പോകുമ്പം പരപ്പനങ്ങാടിക്ക് പോയിട്ട് നാത്തൂൻ്റെ മോളുണ്ട്, അവൾ പരപ്പനങ്ങാടിക്ക് കല്യാണം ചെയ്യുന്നത്, അവിടുന്ന് ഓളെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്ന് ഓളെ വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഓള് വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുഴയൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. പിന്നെ എപ്പോഴത്തും പോലെ ഞാൻ കാർ കയറിയ മഴ നിൽക്കുന്നു പറഞ്ഞ പോലെ ഇന്നും മഴ നിന്നു കേട്ടോ കാറിൽ കയറിയപ്പം. അപ്പോൾ കണ്ടോ മഴയുടെ